PC ട്യൂഷൻ സെന്ററിന്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് മാത്സ് ആണ് എടുക്കണേ. 8ാം ക്ലാസ്സിന്റെ മാത്സ് ആണ്. 8ാം ക്ലാസ്സിന്റെ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങളാണ്. ഈ തുല്യ ത്രികോണങ്ങൾ നമ്മളിപ്പോ ഇന്നലെ പഠിച്ചു. 2 ദിവസമായിട്ട് ഇത് 3ാമത്തെ സെഷനാണ്. 2 സെഷൻ നമ്മൾ കഴിഞ്ഞു. അതിൽ നിന്ന് നമ്മൾ പഠിച്ചു എന്താ, നമ്മൾ ഒരൊറ്റ തിയറിയാണ് പഠിച്ചത്. എന്താ തിയറി നമ്മൾ പഠിച്ചത്? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് മറ്റു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന് തുല്യമാണെങ്കിൽ ആ വശങ്ങൾക്ക് എതിരെയുള്ള ആംഗിൾസ് ഏത് സൈഡായാലും നമ്മൾ ഇന്നലെ വെച്ച് നോക്കി അല്ലെ. ഇപ്പൊ 5 സെന്റിമീറ്റർ ആണ് ഈ ട്രയാങ്കിളിലെങ്കിൽ ABC ഒരു ട്രയാങ്കിൾ വരണം, PQR ഒരു ട്രയാങ്കിൾ. ഇന്നലെ ചെയ്തതല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് തുല്യ വശങ്ങൾ ഏതാണോ അതിനെതിരെയുള്ള കോൺ നോക്കാൻ ഇന്നലെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞതാ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്ത സെയിം അത് തന്നെയാണ്. അതേ തിയറി തന്നെ നമ്മൾ 3 കണക്കാണ് ഇന്നലെ ചെയ്ത് കഴിഞ്ഞിരുന്നത്. 4ാമത്തെ കണക്കാണ് ടെക്സ്റ്റിലെ 4ാമത്തെ കണക്ക്. എല്ലാവരും പടം വരയ്ക്കുക. ഇത് ഒരു 2 ത്രികോണങ്ങളെ 2 ട്രയാങ്കിൾസിനെ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. AB എന്ന് പറയുന്ന ലൈൻ, അതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6ഉം, 8, 6. ഇനി അതേപോലെ തന്നെ ഇവിടെ എയിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് 8, ഇവിടെ 6. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് തന്നിരിക്കുക. കിട്ടിയോ? 2 ട്രയാങ്കിൾസ് AB, ഇത് C, ഇത് D. ഇതൊരു ക്വാഡ്രിലാറ്ററലായി, ചതുർഭുജായി. അപ്പോ 2 ത്രികോണങ്ങളെ കൂട്ടി വെച്ചപ്പോ ഇതൊരു ചതുർഭുജായി. 2 ത്രികോണങ്ങളുടെയും നമ്മളിവിടെ തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ABC എവിടെയാണെന്നൊക്കെ ഈ ഫിഗറിൽ അവർ പറയുന്ന ചോദ്യം എല്ലാവരും എഴുതാനായിട്ട് ആദ്യം ടെക്സ്റ്റിൽ നോക്കി ചോദ്യം എഴുതുക. ABC ട്രയാങ്കിൾ കിട്ടി. ABD ഏതാണൊക്കെ? ABD ഈ ട്രയാങ്കിള് കിട്ടിയല്ലായിരിക്കും. ഈ മോഡലിലത്തെ ട്രയാങ്കിൾ ആണ് ABC. ഇതാണ് ABD താഴെയുള്ള ട്രയാങ്കിൾ. 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിലെ കോണുകള് തുല്യമാണോ എന്ന്. ഈ 2 ട്രയാങ്കിൾസിന്റെ കോണുകള് തുല്യമാണോ ആണോ നോക്കാം. ട്രയാങ്കിളിന്റെ കോണുകൾ തുല്യമാവണമെങ്കിൽ എന്താ വേണ്ടത്? നമുക്ക് ത്രികോണത്തിന്റെ കോണുകൾ തുല്യമാവണമെങ്കിൽ എന്ത് വേണം? അതിന്റെ വശങ്ങള് തുല്യവശങ്ങൾക്കെതിരെയുള്ള കോൺ നോക്കിയാൽ മതി. നോക്കാം. ആദ്യത്തെ ത്രികോണം, ആദ്യത്തെ ട്രയാങ്കിൾ, മലയാളം മീഡിയക്കാർ മലയാളം വാക്കുകൾ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് മീഡിയക്കാരെ നോക്കാം. ഈ ആദ്യത്തെ ത്രികോണം ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ABC. 2ാമത്തെ ത്രികോണമാണ് ഈ 2ാമത്തെ ട്രയാങ്കിൾ ABD. ഇനി അതിന് ഈക്വൽ ആയിട്ട് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഈക്വൽ ആയിട്ടുള്ള സൈഡ് നോക്കാം, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് നോക്കാം. ഇവിടെ 8 സെന്റിമീറ്റർ അല്ലെ? ഈ 8 സെന്റിമീറ്ററിന് എതിരെയുള്ള വശം ആംഗിൾ എങ്ങനെ കാണാം? ഇതാണ് വശം അല്ലെ? ഈ സെന്റിമീറ്റർ ഓക്കെ. ACL 8 സെന്റിമീറ്റർ, അതിന് നേരെ എതിരെ ഓപ്പോസിറ്റ് വരുന്ന കോൺ ഇവിടെയല്ലേ വരുന്നത്? ഈ കോൺ അല്ലേ? ഒരു വര വരച്ചാൽ മതി. ഇത് 8 സെന്റിമീറ്ററിന് എതിരെയുള്ള ഈ ആംഗിൾ. ഇതിന് 8 സെന്റിമീറ്റർ എവിടെയാ നോക്കിയേ? ഇവിടെയാണ്. ഇതിൽ 8 സെന്റിമീറ്റർ AD എന്ന് പറയുന്ന വര 8 സെന്റിമീറ്റർ. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിള് ഇതായിരിക്കും. അപ്പൊ ഈ ആംഗിൾ X ആണെങ്കിൽ ഇതും എത്രയാ? X. 2 ഈക്വൽ ആയില്ലേ? കിട്ടിയോ? ഇനി അപ്പൊ ആദ്യത്തെ ഒരു വശം നമ്മൾ നോക്കി. ഏതാ 2 വശങ്ങൾ തുല്യം? AC is equal to AD അല്ലെ? അപ്പൊ ACക്ക് എതിരെയുള്ള ആംഗിൾ ഇതാണ് അല്ലെ? ഇവിടുത്തെ B. അതേപോലെ തന്നെ ഇവിടെ ADക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിള് 2 കോണുകൾ തുല്യമായി. ഇനി അടുത്ത വശം നോക്കാം. ഇത് 6 സെന്റിമീറ്റർ. അപ്പൊ 6 സെന്റിമീറ്ററിനുള്ള ഈ ആംഗിൾ നമ്മൾ വെറുതെ ഒന്ന് കൊടുത്തതാണ് ഞാൻ വൈകുന്നത് കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടാൽ മതി. ഈ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ളത് ഇവിടെ 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്ററിനെതിരെയുള്ള ഈ സൈഡ് എത്രയായിരിക്കും? വൈദ്യുതിയിലെ തുല്യല്ലേ? ഇവിടെ 6 സെന്റിമീറ്ററിനെതിരെയുള്ള ഈ കോണും ഈ ട്രയാങ്കിളിന് 6 സെന്റിമീറ്ററിനെതിരെയുള്ള ഈ കോണും തുല്യമാണ്. അതിന് ഇനി 3ാമത്തെ കോൺ നോക്കാം. ഈ ട്രയാങ്കിളിലെ 3ാമത്തെ വശം, ഇത് 1ാമത്തെ വശം വന്നു, 2ാമത്തെ വശം വന്നു, ഇതല്ലേ 3ാമത്തെ വശം? AB അല്ലേ 3ാമത്തെ വശം? അപ്പോ 2ാമത്തെ നമ്മൾ ഇവിടെ എഴുതിയില്ല. നോക്കാം. 2ാമത്തെ വശം ഏതാ? BC അല്ലെ? BC 6 സെന്റിമീറ്റർ ആണ്.
ഇതിലെ ഏതാണ് ബി ഡി. ആദ്യത്തെ എ സിക്ക് ഈക്വൽ ആയിട്ടുള്ളത് എ ഡി ആണ്. 2 8 സെന്റിമീറ്റർ. എ സിയും എ ഡിയും 2 8 സെന്റിമീറ്റർ. ബി സിയും ബി ഡിയും 2 എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ. ഇനി മൂന്നാമത്തത് ഈക്വൽ ആണോ നോക്കിയിട്ട്, മൂന്നാമത്തത് ഇതാണ്. ഈ സൈഡിന് ഓപ്പോസിറ്റ്, ഇതൊക്കെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഈ ട്രയാംഗിളിലും, ഈ ട്രയാംഗിളിന്റെ ബേസ് എ ബി. ഈ ട്രയാംഗിളിന്റെ ബേസ് എന്താ? എ ബി. കോമൺ സൈഡിൽ രണ്ടിലും ഒരേ വശം തന്നെയല്ലേ. അപ്പൊ ഇതിനെതിരായിട്ടുള്ള ഈ ആംഗിളും ഇതിനെതിരായിട്ടുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. എ ബി, ആദ്യത്തെ ട്രയാംഗിളിലെ എ ബിയും രണ്ടാമത്തെ ട്രയാംഗിളിലും എന്താണുള്ളത്? എ ബി തന്നെ അല്ലേ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ട്രയാംഗിളിലെ അടിവശം ഏതാ? ബേസ് ഏതാ? എ ബി ആണ്. ഇനി ഇത് മറച്ചു വെച്ചിട്ട് ഈ ട്രയാംഗിൾ എടുക്കുക. അപ്പൊ ഇതിന്റെ ബേസ് ഏതാണ്? എ ബി അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എ ബി ഈക്വൽ ടു എ ബി. അപ്പൊ 3 കോണുകളും തുല്യമായി. നമ്മുടെ ചോദ്യം എന്താ പറഞ്ഞിരുന്നത്? എ ബി സി, എ ബി ഡി, ഈ 2 ട്രയാംഗിൾസിന്റെ ആംഗിൾസ് ഈക്വൽ ആണോ, കോണുകൾ തുല്യമാണോ എന്ന്. തുല്യമാണോ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയോ? നമ്മൾ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് വെറുതെ തുല്യമാണെന്ന് എഴുതിയാൽ പോരാ, ഈക്വൽ ആണെന്ന് എഴുതാൻ പോരാ. നിങ്ങൾ സൈഡ്സ് ഈക്വൽ ആക്കിയിട്ട് എഴുതാം, എന്നിട്ട് ആംഗിൾസ് ഈക്വൽ ആക്കിയിട്ട് എഴുതാം. അപ്പൊ 3 ആംഗിൾസും ഇതിന്റെ 3 ആംഗിൾസിനും ഈക്വൽ ആണ്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കൂടി അതിൽ തന്നെ, വൈ, എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ്, എന്താ എഴുതണം നമ്മുടെ തിയറി. നമ്മുടെ ഫസ്റ്റ് തിയറി എന്താ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിന്റെ കോണുകൾ തുല്യമാണ്. ആ തിയറി എഴുതാം. കണ്ടോ? എന്താ? ഒരു ത്രികോണത്തിന്റെ വശങ്ങള് മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ, മലയാളം എഴുതേണ്ടത്, ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിലെ കോണുകൾ തുല്യമാണ്. The sides of a triangle is equal to the sides of another triangle. The angles of the both triangles are same. ഫസ്റ്റ് തിയറി നന്നായിട്ടൊന്ന് പഠിക്കുക, ബൈ ഹാർട്ട് ആണ്. ആ തിയറി ഇവിടെ എഴുതി വെക്കണം. എന്തുകൊണ്ട് എന്ന ചോദ്യം മനസ്സിലായോ എല്ലാവർക്കും? ചോദ്യം 2 ട്രയാംഗിൾസ് തന്നു, വശങ്ങൾ അവർ തന്നിട്ടുണ്ട്, സൈഡ്സ് തന്നിട്ടുണ്ട്. നമ്മളുടെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ആ പടം വരയ്ക്കാം. കിട്ടിയോ? എല്ലാവരും പടം വരച്ചോ? ഇതുപോലെ തന്നെ ഒരു ട്രയാംഗിൾ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ എ ഡി സി ആദ്യം അല്ലേ. എ ഡി സി. ഇനി താഴെയാണ് ബി, ഇവിടെ ബി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പടം. എല്ലാവരും വരച്ചു കഴിഞ്ഞോ? എ ബി സി ഡി. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ആയില്ലേ? എ ബി സി ഡി ഒരു ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജം. 2 ട്രയാംഗിളിനെ കൂട്ടി വെച്ചപ്പോ എ ബി സി ഡി ഒരു ക്വാഡ്രിലാറ്ററൽ ആയി, ഒരു ചതുർഭുജമായി. ഇനി എന്തൊക്കെ തന്നിരിക്കുന്നത് ചോദ്യത്തിൽ? ഇനി ഒരു തന്നിട്ടുണ്ട് എ ബി ഇസിക്കൽ ടു എ ബി. ഏതൊക്കെ തുല്യം? എ ബിയും എ ഡിയും തുല്യമാണ്. ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് 2 ഈക്വൽ ആയിട്ട് കാണിക്കാനായിട്ട് ഒന്നാമത്തെ തന്നിട്ടുള്ളത് എ ബിയും എ ഡിയും ഈക്വൽ. രണ്ടാമത്തെ തന്നിട്ട് ബി സിയും സി ഡിയും ഈക്വൽ ആണ്. ബി സി ഇതാണ് ബി സി രണ്ടാമത്തത്. അതേപോലെ തന്നെ എന്താണ് സി ഡി. ഇതും തുല്യാണ്, ഇതും തുല്യമാണ്. ഇത്രയുമാണ് ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായത്? ഇത് 2 ത്രികോണങ്ങൾ കൂട്ടി ഒരു ചതുർഭുജം ഉണ്ടാക്കിയിട്ടാണ്. ഈ ചതുർഭുജത്തിന്റെ എ ഡിയും എ ബി ഈ 2 വശങ്ങൾ തുല്യമാണ്. ഇവിടെ സി ഡിയും സി ബിയും ഈക്വലാണ്. കിട്ടി?
ചതുർഭുജത്തിലെ കോണുകളെല്ലാം ഇവിടെ കുറച്ച് ആംഗിൾസ് തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 30, ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 50. എന്നിട്ട് നമ്മളുടെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ ഇത് കിട്ടണം, ഇത് കിട്ടണം, പിന്നെ ഇവിടെ എന്താ, ഇവിടെ ഒരു കഷ്ണമുണ്ട്, ഇവിടെ ഒരു കഷ്ണമുണ്ട്, കിട്ടണ്ടേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. ഒറ്റ തിയറി. എന്താ തിയറി നമ്മൾ പഠിച്ചത്? ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എന്താ തിയറി? ആംഗിൾസ്, ഏതിന്റെ ആംഗിൾസാ? ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഈക്വൽ. ഒരേ വശമുള്ള ത്രികോണമാണെങ്കിൽ ആ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് ഈക്വൽ. അപ്പൊ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ആംഗിൾ അല്ലെ, ഇതിനെതിരെയുള്ള വശം ഇതല്ലേ? ഏതാ വശം? ഈ 30-നെതിരെയുള്ള വശം ഏതാ? CD. അപ്പൊ CD-ക്ക് തുല്യമായിട്ടുള്ള വശം ഏതാ? BC. അപ്പോ ഇതും തുല്യമാണ്. ഈ വശത്തിനെതിരെയുള്ള കോണാണ് 30 എങ്കിൽ ഈ വശത്തിനെതിരെയുള്ള ഈ കോൺ എത്രയായിരിക്കും? എല്ലാവരും തന്നെ ഒന്ന് എഴുതി നോക്കി. എത്രയായിരിക്കും? കിട്ടിയ ആർക്കെങ്കിലും? 30 തന്നെ. കാരണം എന്താണ്? ഈ വശവും തുല്യം അല്ലേ? ഈ സൈഡും തുല്യമാണ്. ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അവർ തന്നിരിക്കുന്ന വസ്തുതയാണ് ഈ സൈഡും ഈക്വൽ. അപ്പൊ ഇതിനെതിരെയുള്ള ഈ ആംഗിളും ഇതിനെതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. മനസ്സിലായി? അപ്പൊ ഇത് 30 ആണ്, ഇത് 30. അതുപോലെ തന്നെ അടുത്ത രണ്ട് സൈഡ് തന്നിട്ട് എ ബിയും തന്നിട്ടുണ്ടോ? അപ്പൊ അതിൽ എ ബിക്ക് എതിരെയുള്ള ആംഗിൾ എത്രയാ? 50. എല്ലാത്തിനെയും എഴുതണം, ഡിഗ്രി എഴുതണം കേട്ടോ നിങ്ങള്. 50 ഡിഗ്രി, 50 ഡിഗ്രിയാണ്. എ ബിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ എ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഏതാ? എ ഡി. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇതും എത്രയാണ്? 50. 50 ഡിഗ്രി കിട്ടിയോ? തുല്യമായിട്ട് സെയിം ആയിട്ടുള്ള സൈഡുകൾ ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോ ഇവിടെ ഈ വശവും ഈക്വൽ ആണ്. അപ്പൊ ഇതിനെതിരെയുള്ള സൈഡ് 50 ആണെങ്കിൽ ഇതിനെതിരെയുള്ള സൈഡും 50. അതേപോലെ ഈ സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഇതിനെതിരെയുള്ള ആംഗിൾ 30 ആണെങ്കിൽ സെയിം ഈക്വൽ സൈഡിനെതിരെയുള്ളത് 30 തന്നെ. അപ്പൊ രണ്ട് ആംഗിൾസ് കിട്ടി. പക്ഷെ മൂന്നാമത്തെ ആംഗിളും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ ഇത് കിട്ടി, ഇവിടെ ഇത് കിട്ടി, ഇത് കിട്ടണം. ആംഗിൾ ഡിയും കിട്ടണം, ആംഗിൾ ബിയും കിട്ടണം. എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ആംഗിൾ ഡിയും ആംഗിൾ ബിയും കിട്ടണമെങ്കിൽ പറഞ്ഞോ, എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതൊന്ന്, ഇത് 2, ഇത് 3 കൂട്ടിയാൽ എത്രയാ? 3 കൂടി കൂട്ടിയാൽ എത്രയാ? ഒരു ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിളിന്റെ സം പഠിച്ചതാണ് നമ്മൾ കഴിഞ്ഞത് അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിളിന്റെ സം, ആന്തര കോണിന്റെ തുക. ഈ 3 കോണിന്റെ കൂടി സം എത്ര? 3 കൂടി കൂട്ടിയാൽ എത്ര വരണം? 180. 3 കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പൊ ഇത് 30 + 50 എത്രയാ? 30 + 50 5 3 8 80 ആണ് വേണ്ടത്. അപ്പോ 80 ആണ്. 180 ന്ന് 80 കുറച്ചാൽ മൈനസ് ചെയ്ത് കാണിക്കേണ്ടത് നിങ്ങളുടെ ശരിക്ക് 180 - 80 എത്ര കിട്ടി? 100. അപ്പൊ ഈ ആംഗിൾ ഡി എത്രയാ? 100 കിട്ടിയോ? ഇത് 30, ഇത് 50. അപ്പൊ 180 ന്ന് ഈ 30 + 50 80 ആണ്. 80 കുറച്ചാൽ ദാറ്റ് ഈസ് 100. 180 നിന്ന് 80 കുറച്ചാൽ 100. ഇനി ഇത് നമുക്ക് കാണണമെന്നില്ല, നമുക്ക് അല്ലെങ്കിൽ മനസ്സിലായി. കാരണം ഈ വശത്തിന് എതിരെയുള്ള ഈ ആംഗിൾ 100 ആണെങ്കിൽ സെയിം വശത്തിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും എത്രയായിരിക്കും? 100 ഡിഗ്രി. തുല്യ സൈഡ്, തുല്യമായിട്ടുള്ള വശം, ഈക്വൽ സൈഡാണ്. ഇതിലെ ഈ ട്രയാങ്കിളിൽ AC തന്നെ, ഈ ട്രയാങ്കിളിൽ AC ആണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. കിട്ടിയോ? അപ്പൊ ഇത് 100, ഇത് 100. അതല്ലെങ്കിൽ ഇത് വീണ്ടും നിങ്ങൾക്ക് ഒന്ന് കാണാം. ഇത് 3 കൂടി കൂട്ടിയാൽ എത്രയാ?
180 ആണ്. 30 പ്ലസ് 50 80 ആണ്. 180 80 കുറച്ചാൽ ഇത് 100. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമ്മുടെ തിയറി ഉണ്ട് ഇത് ഈക്വൽ സൈഡ് ആണ്. ഈ ട്രയാങ്കിളിലും ഇതുണ്ട്, ഈ ട്രയാങ്കിളിലും ഇതാണ് സൈഡ്. അപ്പൊ ഇതിനെതിരെയുള്ള ഈ ആംഗിളും എസിക്കെതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. കിട്ടിയോ എല്ലാ ആംഗിൾസും? എന്നിട്ട് എഴുതാം എല്ലാ ആംഗിൾസും. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ചതുർഭുജത്തിലെ കോണുകൾ ഓരോ ട്രയാങ്കിളിന്റെ അല്ല കേട്ടോ, ട്രയാങ്കിൾ എല്ലാം നമ്മളോട് ചോദിച്ചാണ്. നമ്മൾ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്നിട്ട് എഴുതണം. എന്താ ഇതിന്റെ ഉത്തരം? ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ആംഗിൾ എ എത്ര എഴുതിയും? ഒരുമിച്ചാണ് 30 പ്ലസ് 30 60 ഡിഗ്രി. അങ്ങനെ എഴുതാനായിട്ട് ഇതിനെ കണ്ടുവെച്ചുകൊണ്ട് മാർക്ക് കിട്ടില്ല. കാരണം അവർ ചോദിച്ചിട്ടുണ്ട് ഓരോ ആംഗിൾസും എത്രയാണെന്ന്. അപ്പൊ എന്താണ് എഴുതുന്നത്? 30 പ്ലസ് 30 എത്രയാ? 60. അപ്പൊ ആംഗിൾ എ നമുക്ക് എത്ര കിട്ടി? 60 കിട്ടി. ഇനി അടുത്ത ആംഗിൾ ഏതാ? ആംഗിൾ എ 60. ആംഗിൾ ബി, ആംഗിൾ ബി എത്രയാ? 100 ഡിഗ്രി. ആംഗിൾ സി, ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഇവിടെ 50 പ്ലസ് 50 എത്രയാ? 50 പ്ലസ് 50 100. Again ആംഗിൾ ബി എത്രയാ? 100 ഡിഗ്രി. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? 4 ആംഗിൾസും. അപ്പൊ ഈ കണക്കിലെ ഈ ട്രയാങ്കിള് ഈ ട്രയാങ്കിള് ഇത് രണ്ടും കൂടി കൂട്ടി വെച്ച് ഒരു ക്വാഡ്രിലാറ്ററായി. ഈ ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ വശങ്ങളും നമുക്ക് കിട്ടി. എല്ലാ ആംഗിൾസ് ഈക്വൽ ആയിട്ടുള്ള വശങ്ങള്, ആ വശങ്ങൾക്കെതിരെയുള്ള ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ സെറ്റ് അവസാനിച്ചു. നമ്മൾ ഈ 2 കണക്കാണ് നമുക്കുള്ളത്. ഇതൊന്നും കൂടി പറഞ്ഞു തരുന്നതിലേക്ക് ഇത്രയുള്ള നമ്മൾ പഠിച്ച തിയറി. എന്താ നമ്മൾ പറഞ്ഞ തിയറി? നമ്മൾ പഠിച്ച തിയറി എന്താണ്? തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകള് തുല്യമായിരിക്കും. അപ്പൊ ആ സെറ്റ് അവസാനിക്കുകയാണ്. അടുത്തത് നമുക്ക് വേറൊരു തിയറിയാണ് എടുക്കാനുള്ളത്. അപ്പൊ ഈ തിയറി എല്ലാവർക്കും മനസ്സിലായി? ഒന്നുകൂടി പറഞ്ഞു നോക്ക്. എന്താ? നാളെ വരുമ്പോൾ അത് പറഞ്ഞു കേൾപ്പിക്കണം ആ തിയറി. എന്താ? ഈക്വൽ സൈഡ്, ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. അടുത്ത ടോപ്പിക് എല്ലാവരും എഴുതാം. 2 sides and 1 angle. ശരിയോ? 2 വശങ്ങളും ഒരു കോണും. 2 വശങ്ങളും ഒരു കോണും തന്നാൽ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും ഇല്ലേ? 3 സൈഡ്സ് തന്നിട്ട് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചു. ഇനി പറയാണ് 2 വശവും. നമുക്ക് രണ്ടാമത്തെ തിയറി നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. രണ്ടാമത്തെ തിയറി പഠിക്കാനായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു കണക്ക് നിങ്ങളോട് ചെയ്യാൻ പറയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എഴുതിയേക്ക്. 5 centimeter and 7 centimeter. The 2 sides are 5 centimeter, 7 centimeter. 2 വശങ്ങള് 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. എന്നിട്ട് the including angle, അത് രണ്ടും കൂടി അവ ചേർന്നുണ്ടാവുന്ന കോൺ 40 ഡിഗ്രി. അത് നോക്കിയാൽ ഒരു ടെക്സ്റ്റില് ഒരു 4 രീതിയിൽ അത് വരച്ചിരിക്കുകയാണ്. അത് നമ്മൾ വരയ്ക്കാൻ പഠിക്കുന്നത്. 2 അളവ് തന്നേക്കുന്നത് ആൻഡ് 1 ആംഗിൾ. 2 സൈഡ് 3 അളവ്. 4 അല്ല 5 ആണ്. 5ഉം 7ഉം 5ഉം 7ഉം ആംഗിൾ ആണ്. ആംഗിൾ 40. അത് ഇൻക്ലൂഡിങ് അത് രണ്ടും കൂടി, ആ 2 വരകളും കൂടി കൂടിച്ചേരുന്നത് 40 ഡിഗ്രി. അപ്പൊ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അത് 4 രീതിയിലാണ് വരച്ചിരിക്കുന്നത്. എളുപ്പമാണ് 4 രീതിയിൽ വരയ്ക്കാൻ, ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എന്താ ചെയ്യേണ്ടത്? 5ഉം ഉണ്ട് 7ഉം ഉണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം, ബേസ് എടുക്കാം കേട്ടോ. ഇപ്പൊ ആദ്യം നമ്മൾ 5 സെന്റിമീറ്റർ എടുക്കണമെന്ന് വിചാരിക്കും. നിങ്ങൾ ആദ്യം തന്നെ 4 രീതിയിൽ നമുക്ക് ഇത് വരച്ചു തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഈ 4 രീതി വരയ്ക്കാം. ആദ്യം നമ്മൾ വരയ്ക്കാം 5 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കാം. എപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞാലും അതിനൊരു പേര് കൊടുക്കാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമ്മൾ വരച്ചതിന് ഒരു ഭംഗി വരണമെങ്കിൽ ഒരു വര വരയ്ക്കാം, അതിനൊരു പേര് കൊടുക്കുക. എ ബി. ഞാൻ എ ബി കൊടുത്തു, നിങ്ങൾ എ ബി തന്നെ കൊടുക്കണ്ട. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. XY കൊടുക്കാം, അല്ലെങ്കിൽ PQ, LM, ഏത് വാല്യൂബിൾസ് വേണമെങ്കിലും. സാധാരണ നമ്മൾ ആദ്യം എ ബി കൊടുത്തു.
എന്നിട്ട് അടുത്ത സൈഡ് 7 ആണ്. പക്ഷെ ആ സൈഡ് നമുക്ക് തോന്നിയോടത്ത് വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ പ്രൊട്രാക്ടർ വെക്കാം കേട്ടോ. പ്രൊട്രാക്ടർ ഇങ്ങനെ പ്രൊട്രാക്ടർ വെക്കാം. അതിന്റെ നടുക്ക് 90 ഡിഗ്രി എന്നുള്ളത് ശരിക്കും ഇവിടെ വെക്കാം. മനസ്സിലായില്ല എല്ലാവർക്കും? ഈ പ്രൊട്രാക്ടറിന്റെ മിഡ് പോയിന്റ് നടുക്കൊരു വരിയില്ലേ, അത് ഇവിടെ വെക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് 0 തുടങ്ങുന്നത് അളക്കണം കേട്ടോ. ഇപ്പത്തെ സൈഡ് എടുക്കരുത്, ഉള്ളിൽ നിന്ന് 0 തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ പോവാ 40. മനസ്സിലായോ? 40 ഡിഗ്രി. എന്നിട്ട് അത് വരച്ച് അപ്പൊ തന്നെ എഴുതി വെക്കാം. ഇത് എത്രയാണ്? 40 ഡിഗ്രി. ഇത് 40 ഡിഗ്രി. അപ്പൊ ഈ സൈഡ് 5 ആണ്, ഇത് 40 ഡിഗ്രി ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? അടുത്ത സൈഡ് എത്രയാ? 7 സെന്റിമീറ്റർ. അപ്പൊ നമ്മള് ഈ വരയുമേ എത്ര സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം? ഈ വര ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? ഒരു 7 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് അളക്കാം. സ്കെയിൽ അടക്കാൻ പോകരുത്. കോമ്പസിൽ 7 സെന്റിമീറ്റർ അളന്നിട്ട് അത് ഇങ്ങോട്ടൊന്ന് ആക്കി വരയ്ക്കാം. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. കിട്ടില്ലേ? അതിനെ ഇങ്ങോട്ട് യോജിപ്പിക്കാം. ശരിയോ? അടുത്തത് അതുപോലെ തന്നെ ഇതേപോലെ തന്നെ AB 5 സെന്റിമീറ്റർ. ഇപ്പൊ നമ്മൾ ഈ വശം കോൺ വെച്ചത്, ആംഗിൾ വെച്ചത് അല്ലെ, പ്രൊട്രാക്ടർ വെച്ചത് നിങ്ങൾ എവിടെയാ? ഈ സൈഡിലല്ലേ പ്രൊട്രാക്ടർ വെച്ചത്. അപ്പൊ ഈ സൈഡിൽ നിന്ന് മാറി ഇപ്പത്തെ സൈഡിൽ വെക്കണം. ഇവിടെ പ്രൊട്രാക്ടറിന്റെ നടുവശം മിഡ് പോയിന്റ് ലൈനില്ലേ, അത് വെക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങടെ ആംഗിൾ, ഇവിടെ നിന്ന് ഇങ്ങടെ ആംഗിൾ 40 ഡിഗ്രി. അതിങ്ങനെ വരയ്ക്കാം. ഇത് എത്ര സെന്റിമീറ്റർ ആണ് എഴുതണം? 5 സെന്റിമീറ്റർ. ഈ ആംഗിൾ നമ്മൾ എഴുതി എത്രയാ? 40 ഡിഗ്രി. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങടെ ഉള്ള ഈ വരയില്ലേ, ഇതുമേ ഇവിടെ കോമ്പസ് കൊടുത്താൽ 7 സെന്റിമീറ്റർ. എന്നിട്ട് അതിങ്ങട് നേരെ സ്കെയിൽ വെച്ച് ശരിക്കും ഇങ്ങോട്ട് യോജിപ്പിക്കാം. ഇതിന് C കൊടുക്കാം. ശരിയോ? 2 രീതിയിൽ ഇപ്പൊ വരച്ചു കഴിഞ്ഞില്ലേ? ബേസ് 5 സെന്റിമീറ്റർ എടുത്തു, മറ്റേ വശം എത്രയാ? 7 സെന്റിമീറ്റർ. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും അത് വരയ്ക്കുക. അടുത്ത 2 രീതിയിൽ കൂടി ഇല്ല. ഇപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ കേട്ടോ, ഇത് 5 സെന്റിമീറ്റർ എടുത്തിട്ട് വരച്ചില്ലേ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് താഴെ അടുത്ത വശം 5 സെന്റിമീറ്റർ എടുത്തിട്ടാണ് നമ്മൾ വരച്ചത്. അപ്പൊ രണ്ടാമത്തെ വശം 7 എടുത്തു. ഇപ്പൊ ഇവിടെ ആദ്യം ഈ വശത്ത് എടുത്തു 40 ഡിഗ്രി. രണ്ടാമത് വന്നപ്പോ നമ്മള് ഈ റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ എടുത്തു. അടുത്ത് ഇതുപോലെ തന്നെ ബേസ് എത്രയാ വരയ്ക്കട്ടെ? എത്രയായിരിക്കണം? 7. ഇവിടെ 5 വെച്ചിട്ടല്ലേ നമ്മൾ വരച്ചത്. അപ്പൊ ഇവിടെ ബേസ് 7 എടുത്തു. അപ്പൊ അടുത്ത വശം 5 സെന്റിമീറ്റർ അല്ലേ? 5 7 വരാൻ പാടുള്ളൂ. എന്നിട്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൊട്രാക്ടർ വെച്ച് 40 ഡിഗ്രി. എന്നിട്ട് ഇത് എത്ര സെന്റിമീറ്റർ ആയി? ഇവിടെ നമ്മൾ 7 വരച്ചത്, അത് ഇത് 5 ആയപ്പോഴാണ് ഇത് 7 എടുത്തത്. ഇപ്പൊ ഈ സൈഡ് AB എത്രയുണ്ട്? 7 ഉണ്ടെങ്കിൽ ഇത് എത്രയാ വേണ്ടു? 5 അല്ലേ? ഇത് 5 സെന്റിമീറ്റർ. എന്നിട്ട് ഇതിന്റെ മൂന്നാമത്തെ വശം യോജിപ്പിക്കാം. അടുത്തത് അതുപോലെ തന്നെ AB 7 സെന്റിമീറ്റർ. ഇത് നമ്മൾ ഈ വശത്താണ്, ലെഫ്റ്റ് സൈഡിലാണ് നമ്മള് 40 വലതുവശത്ത് എടുത്തു. അപ്പൊ ഇനി അടുത്തത് ഇടതുവശത്താണ്. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഉള്ളിൽ നിന്നായിരിക്കണം 0 തുടങ്ങേണ്ടത് കേട്ടോ. അപ്പൊ ഇത് 40 ഡിഗ്രി. എന്നിട്ട് ഇതുമായി 5 സെന്റിമീറ്റർ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് 5 സെന്റിമീറ്റർ ശരിക്കും അളക്കാം. എന്നിട്ട് ആ പോയിന്റിൽ ഇങ്ങോട്ട് കൊടുക്കാം. അപ്പൊ അത് അവിടെ C കൊടുക്കാം. അങ്ങനെ 4 രീതിയിലാണ് നമ്മള് വരച്ചത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 2 സൈഡും ഒരു ആംഗിളും തന്നാൽ 4 രീതിയിൽ നമ്മള് വരച്ച് കഴിയും. അടുത്തത് നമ്മൾ തിയറിയിലേക്ക് കിടക്കാണ്. അപ്പൊ ഇത്രയും നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുള്ളൂ. നാളെ തിയറി എഴുതി തരാം. പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിക്കാം. എന്താ തിയറി ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 2 ട്രയാങ്കിൾസ്, 2 വശവും ഒരു ആംഗിളും ഉള്ള നമുക്ക് ട്രയാങ്കിൾസ് എത്ര രീതിയിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇനി ഏത് വശം നിങ്ങൾക്ക് വേണമെങ്കിലും വരയ്ക്കാം. ഇനി എങ്ങനെ വേണമെങ്കിലും. ഇപ്പൊ ഈ 4 രീതിയാണ് നമുക്ക് പറയണേ. അപ്പൊ ഈ 4 രീതിയിൽ നമ്മൾ വരച്ചു. 5 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും
ആദ്യം 5 ബേസ് എടുത്തു, പിന്നെ എന്ത് ചെയ്തു നമ്മള് ആംഗിൾ 40 ഈ സൈഡിൽ എടുത്തു അല്ലെ. ഇതിൽ വന്നപ്പോഴും 5 ബേസും സൈഡ് 7 ആണ്. പക്ഷെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 40 ഡിഗ്രി എടുത്തു, ഇവിടെ റൈറ്റ് സൈഡിൽ 40 ഡിഗ്രി. അപ്പൊ പടം ഒന്ന് മാറിയില്ലേ, ഡിഫറെന്റ് ഷേപ്പിലായി. പക്ഷെ ഏരിയ സെയിമാ. ഇവിടെയും ഇതുപോലെ തന്നെ. ഇവിടെ നമ്മൾ ആദ്യത്തേത് നമ്മൾ 7 സൈഡിലാണ് കൊടുത്തെങ്കിൽ ആ 7 നമ്മൾ ബേസിലേക്ക് കൊണ്ടുവന്നു. ബേസ് 7 കൊടുത്തു, ഇവിടെയും ബേസ് നമ്മൾ 7 ആണ്. എന്നിട്ട് നമ്മൾ ഇവിടെ 40 എടുത്തപ്പോ ഇതിൽ റൈറ്റ് സൈഡിലാണ് 40 ഡിഗ്രി. എന്നിട്ട് അതുമ്പോഴാണ് നമ്മള് 5 സെന്റിമീറ്റർ കൊടുക്കുന്നത്. എല്ലാവർക്കും കിട്ടി? ഈ 4 പടം നല്ല വൃത്തിയില് വരയ്ക്കാം. നമ്മൾ ചെയ്ത കണക്കുകള് കഴിഞ്ഞ സെറ്റില് 2 കണക്ക് ചെയ്തു. ആ 2 കണക്കും ചെയ്ത് പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ഈ 4 രീതിയിൽ നമ്മളിത് ഇപ്പൊ വരച്ചത്. അടുത്തത് നമ്മളൊരു തിയറിയിലേക്ക് എത്താണ്. ആ തിയറി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം.